welcome back to Mila's vlog. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. ഞാൻ ക്രാഫ്റ്റും വേറെ ഒന്നുമല്ല, തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ മിഥുന മോള് ഇന്നൊരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. മിഥുനക്ക് കേക്ക് ഉണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലേ എപ്പോഴും പറയുമായിരുന്നു ബേക്കർ ആകണം എന്ന്. പക്ഷെ ഇപ്പൊ ആ ആഗ്രഹങ്ങളൊക്കെ മാറ്റി അവള് ഇപ്പൊ വലിയ ഫോട്ടോഗ്രാഫർ ആകണം, എഡിറ്റർ ആകണം എന്നാണ് അവളുടെ ആഗ്രഹം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ ഓരോ ആഗ്രഹങ്ങൾ അവൾ ഇങ്ങനെ ചെയ്യും മൂഡ് വരുമ്പോ. ഫാൻ ഓഫ് ചെയ്തതാണ്. അപ്പൊ ഇതിനക്ക് അപ്പൊ ഇന്ന് ഞങ്ങളൊരു കേക്ക് ഉണ്ടാക്കാൻ പോണേണ്. അത് നമ്മൾ ആർമീസിന് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. ആർമീസിന് ഇഷ്ടപ്പെടുന്ന ഉണ്ടാക്കാൻ പോണ കേക്കിന്റെ പേര് ഞാൻ ഇട്ടതാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കി നോക്കണ കേക്കിനൊക്കെ ഞാൻ ചെറുതായിട്ടൊരു പേരിടും. അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോണ കേക്ക് സ്ട്രോബെറി കുക്കി കേക്ക് എന്നാണ്. സ്ട്രോബെറി കുക്കി കേക്ക് എന്നാണ് ഉണ്ടാക്കാൻ പോണ കേക്കിന്റെ പേര്. അത് ആർമീസ് ആയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും അതെന്താണ് ആ പേരെന്ന്. ബാക്കി എല്ലാവർക്കും അറിയാൻ ചാൻസ് ഇല്ല. പക്ഷെ സ്ട്രോബെറി കേക്കാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത്. എങ്ങനെ ഇരിക്കും ഞങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അറിയാൻ പാടില്ല. ഞങ്ങള് അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറില്ല. ജസ്റ്റ് ഇങ്ങനെ ഇപ്പൊ ട്രൈ ചെയ്തോണ്ടിരിക്കണ ഓരോ കേക്ക് ഇപ്പൊ സക്സസ് ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോഴാണല്ലോ നമുക്ക് നന്നായി വന്നത്. അപ്പൊ ഞങ്ങക്ക് കുറെയൊക്കെ ഫ്ലോപ്പായപ്പോ ഞങ്ങള് ഇതിനൊക്കെ ഭയങ്കര വിഷമമായിരുന്നു, ശരിയാവണില്ല. അപ്പൊ പിന്നെ ഉണ്ടാക്കി വന്നെങ്കിൽ ഇപ്പൊ അടിപൊളിയായി വന്നുണ്ട്. അപ്പൊ ഇതിനെക്കുട്ടി ഇന്നൊരു കേക്ക് ഉണ്ടാക്കാൻ പോണേന്. കേക്ക് ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാ ഇൻട്രോ പറയണത്. ഉണ്ടാക്കി സക്സസ് ആയ മാത്രം നിങ്ങളെ കാണിച്ചാൽ മതിയല്ലോ. അല്ലാതെ ഇൻട്രോ എടുത്തു വെച്ച് ചമ്മിപ്പോയി കഴിഞ്ഞാൽ ഇതാവൂലേന്ന് ഓർത്ത് ഞങ്ങള് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ഇൻട്രോ പറയണത്. അപ്പൊ എന്താ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഇവിടെ കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ ഇവിടെ 1.5 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നതിന് ഞാനിത് നന്നായിട്ട് അരിച്ച് വെച്ചതാണ് കേട്ടോ. ഇവിടെ അരിപ്പ ചെറുതായതുകൊണ്ടിട്ടാണ് ഞാനത് കാണിക്കാനത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. അപ്പോൾ ഞാനിതെല്ലാം കൂടി ആ ഒരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് അരിച്ചെടുക്കണേണ്. അപ്പോൾ മെഷർമെൻറ്റ്സ് മറന്നു പോകരുത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് വേണ്ടത്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടെല്ലാം അരിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി ഇതുപോലത്തെ ഒരു വിസ്കോ സ്പാച്ചിലോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കണം. എല്ലായിടത്തോട്ടും എത്തണം കേട്ടോ. അതുപോലെ നന്നായിട്ട് എല്ലായിടത്തോട്ടും മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബൗൾ എടുക്കാം. അതിനകത്തോട്ട് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം കേട്ടോ. 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ നമ്മളെല്ലാം മിക്സ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള പാത്രം എടുക്കണം, അതെല്ലാം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇവിടെ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ബീറ്റർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ പഞ്ചസാരപ്പൊടി ചേർത്ത് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതിന് മുമ്പ് തന്നെ പഞ്ചസാരപ്പൊടി ചേർത്ത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ശരിയാകാതെ വരും. മുട്ട പൊങ്ങാതെ കേക്ക് ശരിയാകാതെ വരും. അപ്പോൾ നിങ്ങൾ മുട്ട നന്നായിട്ട് പതഞ്ഞതിന് ശേഷം മാത്രം പഞ്ചസാരപ്പൊടി ചേർത്ത് ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ 1 കപ്പ് പഞ്ചസാരപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിങ്ങനെ മുട്ടയിലോട്ട് കുറച്ചായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. മൊത്തം ഇടരുത്, നമ്മൾ കുറച്ചായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്.
നല്ലൊരു പിങ്ക് ഷെയ്ഡായിരുന്നു. എനിക്ക് ആവശ്യമുള്ളത്ര പിങ്ക് ഷെയ്ഡ് ഇതിൽ നിന്ന് കിട്ടി. അപ്പം ഞാനിങ്ങനെ കുറേശ്ശെ ആയിട്ട് എനിക്ക് വേണ്ടത്ര പിങ്ക് ഷെയ്ഡ് ഞാൻ വരുത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാനൊരു ഡാർക്ക് കളർ പിങ്ക് ഷെയ്ഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ അതുപോലെ ഇങ്ങനെ ഒന്ന് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല ഫുഡ് കളറായിരുന്നു കേട്ടോ. നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ അതിൽ നിന്ന് കിട്ടി. അപ്പോൾ അതേ ഞാൻ ഉദ്ദേശിച്ചൊരു കളറായി വന്നിട്ടുണ്ട്. അപ്പം ഞാനത് ഇളക്കൽ നിർത്തിയിട്ട് നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്യാനും പാടില്ല. അപ്പം ഞാൻ ഇവിടെ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ ചുറ്റിയ ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രേയിൽ ഞാനിനി ബാറ്റർ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ. ഞാൻ നേരത്തെ ബട്ടർ തേച്ചിട്ട് അതിനകത്തോട്ട് ഞാൻ സാധാരണ ഒരു പേപ്പർ എടുത്ത് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ബാറ്റർ നന്നായിട്ട് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്യാനാണ്. ടാപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് നമ്മുടെ കേക്കിൽ എയർ ബബിൾസൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഒരു റിമൂവ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ട്രേ ആണ് കേട്ടോ യൂസ് ചെയ്യണം. അപ്പം ഞാൻ നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കോലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അതും എയർ ബബിൾസ് വരാതിരിക്കാനാണ് കേട്ടോ. ഞാനപ്പോൾ ഇതുപോലത്തെ ഒരു ഉരുളിയിലാണ് കേട്ടോ ബേക്ക് ചെയ്യണത്. ഇത് ഞാനൊരു ഉപ്പ് അതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ ഇട്ട് വെച്ചിട്ട് അത് ഞാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. ഉപ്പിട്ടേക്കണം നമുക്ക് ഡയറക്റ്റായിട്ട് ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിൽ വല്ല പാത്രം വെച്ചിട്ട് അങ്ങനെ ബേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊരു 60 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം. അപ്പോൾ നമുക്കിനി കേക്കിനുള്ള ഐസിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫിയോണ എന്നിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് ഞാൻ ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല റൂം ടെമ്പറേച്ചറിലുള്ള വിപ്പിംഗ് ക്രീം ആയിരിക്കണം കേട്ടോ. അപ്പം ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിക്കി ആവണവർ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ പാത്രത്തിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ പാത്രവും നമ്മുടെ ഈ ബീറ്ററിൻ്റെ ഇതും നമുക്ക് നന്നായിട്ട് ഫ്രീസറിൽ വെച്ച് എടുത്ത് ചെയ്യണമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല സ്റ്റിക്കി ആയി, അതായത് പാത്രം നമുക്കിങ്ങനെ കമത്തുമ്പോൾ പാത്രത്തിൽ നിന്ന് ക്രീമൊന്നും പോരാത്ത രീതിയിൽ സ്റ്റിക്കി ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ബീറ്റിങ് നിർത്താം. ഓവറായിട്ട് ബീറ്റായി പോകാനും പാടില്ല, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കറക്റ്റ് ഭാഗമാകുമ്പോഴേക്കും നമ്മൾ ബീറ്റിങ് നിർത്തണം, അല്ലെങ്കിൽ നമ്മുടെ ക്രീമും ചീത്തായി പോകും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം എൻ്റെ ക്രീം ഒന്ന് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ക്രീം സെറ്റായിട്ടുണ്ട്. കണ്ട ഇതുപോലെ സ്റ്റിക്കി ആയിട്ട് നിൽക്കുമ്പോഴേക്കും നമ്മൾ ബീറ്റിങ് നിർത്തണം. എന്നിട്ട് നമുക്കിത് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്യാനുണ്ട്, നമ്മുടെ ക്രീമിനും കൂടി ഒരു പിങ്ക് കളർ വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് ക്രീം കളർ ഇട്ടിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു സ്പാച്ചിൽ വെച്ചാൽ മിക്സ് ചെയ്യണത്. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു ഉദ്ദേശിച്ച കളർ പിങ്ക് കളർ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഓവറായിട്ട് മിക്സ് ചെയ്യാതെ തന്നെ വേഗം തന്നെ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കേക്ക് എന്തായെന്ന് നോക്കാം. അപ്പോൾ ഇതേ ഒരു 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനപ്പോൾ പാത്രം തുറന്ന് നോക്കണേണ്. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഏകദേശം സെറ്റായ പോലെ തോന്നുന്നുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഞാനിങ്ങനെ അതിൻ്റെ സെൻറ്ററിലായിട്ട് കുത്തി നോക്കി. അപ്പോൾ ഇതേ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിനകത്ത് നിന്ന് നമുക്ക് ഇതിനൊന്ന് ഇറക്കി വെക്കാം കേട്ടോ. എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞ് മാത്രം നമുക്ക് ഇതിനകത്ത് നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ട്രേ. അപ്പോൾ ഇത് ഇനി കുറച്ച് ഡിസൈൻ പരിപാടിയിലോട്ട് കിടക്കാൻ വേണ്ടിയാണ്. ഞാനല്ല കേട്ടോ ഇതൊക്കെ ചെയ്യുന്ന ചേച്ചിയാണ്. അപ്പോൾ ഇത് ഞങ്ങളൊരു കുക്കിയുടെ ഷേപ്പിലുള്ള ചോക്ലേറ്റ് ഗനാഷ് കൊണ്ടിട്ടുള്ള ഒരു സംഭവം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയാമല്ലോ. നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ബട്ടറും കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഇങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ ഒരു ബാക്ക് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു കണ്ണിൻ്റെ ഷേപ്പിലുള്ള ഒരു ഇത് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ചേച്ചിയാണ് ചെയ്യാനായിട്ടാ. ചേച്ചി ഇതിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോ പീസസ് ആയിട്ട് ഇങ്ങനെ എടുത്തിട്ടിരിക്കുന്നതാണ്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് കൊണ്ടിട്ടാണ് കേട്ടോ ചെയ്തെടുത്താൽ. ഇനി നമുക്കിത് ഈ ട്രേ ഒന്ന് ചെറുതായിട്ടൊന്ന് വിടിയിപ്പിച്ചെടുക്കാം. കണ്ടോ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് വിടിയിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതെടുത്ത് മാറ്റിയാൽ മതി. എന്നിട്ട് നമുക്ക് അടിയിൽ നിന്നും ഇതുപോലെ തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ കേക്ക് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാനപ്പോൾ ബട്ടർ പേപ്പറൊക്കെ പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് സൈഡിൽ നിന്ന്. അപ്പോൾ ചൂടാറിക്കഴിഞ്ഞ് ബട്ടർ പേപ്പറൊക്കെ ഇളക്കി മാറ്റിയാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് ചീത്താവും, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വിട്ട് പോരാൻ തുടങ്ങും. അപ്പോൾ ചൂടാറിക്കഴിഞ്ഞ് മാത്രം ഇതൊക്കെ മാറ്റുക. ഞാൻ നല്ലോണം ചൂടാറിയിട്ടാണ് കേട്ടോ ഇതൊക്കെ റിമൂവ് ചെയ്തത്. അപ്പോൾ അതേ അടിയിലത്തെ ബട്ടർ പേപ്പറും കൂടി നമുക്ക് റിമൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പയ്യെ ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കാണാം നമ്മുടെ കേക്ക് എങ്ങനെ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ കേക്ക് ഇത് അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ലൊരു ഹാർട്ട് ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്.
നല്ല സോഫ്റ്റാണ് കേട്ടോ കേക്ക്. പിന്നെ അധികം പൊങ്ങിയില്ല, ഞാൻ പറഞ്ഞില്ല ആദ്യം മുട്ടയുടെ ഒരു ഇത് വന്നുകൊണ്ട് അധികം പൊങ്ങിയില്ല, എന്നാലും ഒരു 2 ലെയർ ആക്കാനുള്ള അത്ര പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് 2ആയിട്ട് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചേച്ചി ഒരു കത്തി കൊണ്ടിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് അതിൽ കൂടി നൂല് കയറ്റിയിട്ട് നമ്മളിങ്ങനെ കറക്കിയിട്ട് ഒന്ന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ആക്കി മുറിച്ചെടുക്കുക ചെയ്യണത്. ഇതൊക്കെ ചേച്ചിയാണ് കേട്ടോ ചെയ്യണം, ഞാനിതിൽ അത്ര ഇതില്ല, ചേച്ചി ഇതിൽ ഭയങ്കര എക്സ്പേർട്ടാണ്. അങ്ങനെ നന്നായിട്ട് ചേച്ചി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ 2 ലെയറായിട്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ വിപ്പിംഗ് ക്രീം കൊണ്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിനി കുക്കിന് ഉണ്ടാക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് കുറച്ച് കളർ ആഡ് ചെയ്തിട്ട് ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഇത് ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തോട്ട് സ്പ്രെഡാക്കി കുക്കിയുടെ ഷേപ്പ് വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഭയങ്കര പാടായിരുന്നു കേട്ടോ ഈ പാത്രത്തിലോട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞത് ഇങ്ങനെ ഒരു വൈറ്റ് ചോക്ലേറ്റ് മാത്രം കളറൊന്നും ഇടാതെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെവിയുടെ ഒരു ഭാഗത്തായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അതപ്പോൾ ചേച്ചി ഇങ്ങനെ കയ്യിലിങ്ങനെ ചെവിയുടെ ഒരു ഷേപ്പിലാക്കിയിട്ട് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ കുറേ ഫ്ലോപ്പൊക്കെ പറ്റിയിട്ടോ, കയ്യിൽ വെച്ചിട്ട് ആയില്ല. അതിനുശേഷം ചേച്ചി എടുത്തിട്ട് ഒരു പ്രാവശ്യവും കൂടി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് ഒന്നും കൂടി വെച്ച് കൊടുത്തിട്ടോ. അത് വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് പിന്നെ അത് സ്പ്രെഡ് ചെയ്തത്. അപ്പോൾ അത് അങ്ങനെ പയ്യെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു, ഇതിനകത്തൊരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അതേ ചേച്ചി 2 ചെവിയിലും വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തെടുക്കണേണ്. അപ്പോൾ ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇത് ഫ്രീസറിൽ വെച്ച് ക്രീം നമ്മൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ബോർഡും കൂടി വേണം കേട്ടോ. അതിന് നമുക്കിങ്ങനെ ഇതിൻ്റെ സെൻറ്ററിലോട്ട് കുറച്ച് ക്രീം എടുത്തിട്ട് സെൻറ്ററിലായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ കേക്ക് ഇങ്ങനെ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവിടെ തന്നെ സെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ക്രീം തേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഒരു കേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഷുഗർ സിറപ്പ് ഉണ്ടാക്കി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കിനി ഷുഗർ സിറപ്പ് എടുത്ത് എല്ലായിടത്തോട്ടും നന്നായിട്ട് സ്പ്രെഡാക്കി ഒഴിച്ച് കൊടുക്കണം. ഒരു സ്ഥലത്തും ഷുഗർ സിറപ്പൊക്കെ കുറഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഷുഗർ സിറപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ തോന്നുള്ളൂ. അപ്പോഴേക്കും നമുക്കിങ്ങനെ നന്നായിട്ട് ഷുഗർ സിറപ്പ് എല്ലായിടത്തും തേച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് സെൻറ്ററിലായിട്ട് ആവശ്യമുള്ളത്രയും ക്രീം വെച്ചിട്ട് എല്ലായിടത്തോട്ടും തേച്ച് കൊടുക്കാം കേട്ടോ. ലെവലായിട്ട് തന്നെ നമുക്ക് എല്ലായിടത്തോട്ടും തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ ഞാൻ ആവശ്യമുള്ളത്രയും ക്രീം അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് എല്ലായിടത്തോട്ടും ഇങ്ങനെ ഒന്ന് കറക്കി എല്ലായിടത്തോട്ടും തേച്ച് കൊടുക്കണം കേട്ടോ. കറക്റ്റ് ലെവലിലായിരിക്കണം കേട്ടോ എല്ലായിടത്തോട്ടും തേച്ച് കൊടുക്കേണ്ട. ഇല്ല നമ്മുടെ കേക്കിന് ഇങ്ങനെ പൊങ്ങിയും താഴ്ന്നൊക്കെ ഇരിക്കണ പോലെ തോന്നും. അപ്പോൾ ഞാൻ ഇത് കറക്റ്റായിട്ട് എല്ലായിടത്തോട്ടും ലെവലിൽ തേച്ചിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണേണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ലെയർ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ദേ എല്ലായിടത്തോട്ടും നല്ല ലെവലായിട്ട് ക്രീമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഹെർഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറേ സ്ട്രോബെറി ക്രഷും നമ്മുടെ സ്ട്രോബെറിയൊക്കെ അന്വേഷിച്ചായിരുന്നു, പക്ഷെ ഒന്നും അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ സിറപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. നമുക്ക് സ്ട്രോബെറിയുടെ എന്തെങ്കിലും ഫ്ലേവർ ഇല്ലെങ്കിൽ നമ്മുടെ സ്ട്രോബെറി കേക്ക് ആവില്ലല്ലോ. അപ്പോൾ ഞാൻ സ്ട്രോബെറി സിറപ്പ് ഇങ്ങനെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറി ക്രഷ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കണമായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് നമ്മുടെ സ്ട്രോബെറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുത്തുന്ന സംഭവം. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്ട്രോബെറി സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പൊക്കത്തോട്ട് നമുക്കിനി അടുത്ത കേക്ക് ലെയർ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ടും നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തോട്ടും എത്തേണ്ട രീതിക്ക് തന്നെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ കേക്കിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഷുഗർ സിറപ്പ് ഇങ്ങനെ എല്ലായിടത്തോട്ടും ഇട്ടിങ്ങനെ കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് അതുപോലെ തന്നെ ഇങ്ങനെ ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലായിടത്തോട്ടും ലെയറായിട്ട് തേച്ച് കൊടുത്ത് ക്രം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ഹാർട്ട് ഷേപ്പിലെ കേക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി പാടായിരുന്നു കേട്ടോ ഇത് ചെയ്യാൻ. ഞങ്ങൾ ആദ്യം ചെയ്തൊക്കെ ഒരു റൗണ്ട് ഷേപ്പിലെ കേക്കായിരുന്നു, അതുകൊണ്ട് ഇത് ഭയങ്കര പാടായിരുന്നു ചെയ്യാൻ. എങ്കിലും നന്നായിട്ട് എല്ലായിടത്തോട്ടും തേച്ച് നല്ല സെറ്റാക്കി കൊടുത്തു. ആദ്യം ആ ഹാർട്ടിനൊരു ഷേപ്പ് ഉണ്ടായിരുന്നില്ല, പിന്നെ ചേച്ചി അത് കട്ട് ചെയ്തൊരു ഹാർട്ട് ഷേപ്പാക്കി. ക്രാഫ്റ്റുകാരി ആയതുകൊണ്ട് ഒരു ഹാർട്ട് ഷേപ്പൊക്കെ ആക്കാൻ നന്നായിട്ട് അറിയാം. അപ്പോൾ അതുപോലെ ഹാർട്ട് ഷേപ്പൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ ഇതുപോലെ ഞങ്ങൾ നന്നായിട്ട് സൈഡൊക്കെ നന്നായിട്ട് ക്രം കോട്ട് ചെയ്ത് ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊക്കെ ആദ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ക്രീം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ബാക്കിയുള്ള ക്രീമും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കുക. ലാസ്റ്റ് ഐസിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ചെയ്തെടുക്കണം. ഒരു ഭാഗവും കാണാത്ത രീതിയിൽ നന്നായിട്ട് ഐസിങ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കേക്ക് ഫസ്റ്റായിട്ടാണ് ഇത്ര നന്നായിട്ട് വന്നത്. ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത് ഒരു റൗണ്ട് ഷേപ്പിലെ കേക്കായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കേക്കാണ് കേട്ടോ. ഇതൊരു ഹാർട്ട് ഷേപ്പിൽ അടിപൊളിയായിട്ട് വന്നിട്ടോ. അപ്പോൾ
അപ്പോൾ ഈ കേക്ക് സ്ട്രോബെറി കേക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അപ്പച്ചിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ് സ്ട്രോബെറി കേക്ക്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപ്പച്ചി പറഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കിയത്. പിന്നെ നമ്മുടെ കുക്കിയുടെയും കൂടി ബർത്ത്ഡേ അല്ലേ, അപ്പോൾ കുക്കിയുടെ കളർ ഒരു പിങ്ക് ആയതുകൊണ്ട് എന്തായാലും സ്ട്രോബെറി കേക്ക് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കുക്കിയുടെ ബർത്ത്ഡേക്കും കൂടി വേണ്ടിയിട്ട് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തു. അപ്പോൾ ഈ കേക്ക് നന്നായിട്ട് ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിൽ ഇങ്ങനെ അയക്കണ ക്രീമൊക്കെ നമ്മളൊരു ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കണതാണ്. തുടക്കുമ്പോൾ ക്രീം കേക്കിൽ നിന്ന് പോകാതെ സൂക്ഷിക്കണം കേട്ടോ. അതുപോലെ നന്നായിട്ട് ഇങ്ങനെ കേക്കിൽ മുട്ടാതെ തുടച്ചെടുക്കുക. അത് കഴിഞ്ഞ് ചേച്ചി ഉണ്ടാക്കി ഈ ഒരു കുക്കിയുടെ ഒരു ഷേപ്പ് ഞങ്ങളിങ്ങനെ ആ പ്ലാസ്റ്റിക്കിൽ നിന്ന് വിടിയിപ്പിക്കാൻ നോക്കണതാണ്. പക്ഷെ അത് ഫ്ലോപ്പായിട്ടോ, അതിനകത്തൊന്നും വന്നില്ല. ഞങ്ങൾ അത് ചെയ്തത് അങ്ങനെ ശരിയായില്ല, പ്ലാസ്റ്റിക്കിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒന്നും കൂടി എടുത്തുകൊണ്ട് പോയിട്ട് ഞങ്ങൾ മെൽറ്റാക്കിയിട്ട് കേക്കിലോട്ട് ഡയറക്റ്റ് ഒഴിച്ചിട്ട് ഞങ്ങൾ സെറ്റാക്കിയെടുത്തു. അപ്പോൾ അത് സെറ്റായിട്ട് എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ കണ്ണും മൂക്കും എല്ലാം വെച്ച് കൊടുത്ത് ചെയ്തെടുക്കണം. ഇതൊക്കെ ചെയ്യണ ചേച്ചിയാണ് കേട്ടോ. ഇതിലോട്ടൊന്നും ഞാൻ കടന്നില്ല, അതൊക്കെ എടുത്ത് വെക്കാൻ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ ചേച്ചി കണ്ണെടുത്ത് വെച്ചു, അതിന് പിരികൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ സൈസൊക്കെ നോക്കി സെറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളടുത്ത മൂക്ക് കുറച്ച് വലുതായി പോയി. അപ്പോൾ ഞങ്ങൾ ഒരു കുറച്ചും കൂടി വലിയ കുക്കിയുടെ ഫേസായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ശരിയാവാതെ വന്നുകൊണ്ട് ഡയറക്റ്റ് ഒഴിച്ചുകൊണ്ട് മുഖം വെച്ചിട്ട് ചെറുതായിപ്പോയി. അപ്പോൾ അത് ഇത്തിരി ശരിയാവാതെ വന്നിട്ടുണ്ടായിരുന്നു ആ മൂക്ക്. എങ്കിലും ഞങ്ങൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. അത് ഞങ്ങളിത് ഇതുപോലെ സ്ട്രോബെറി സിറപ്പ് ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേ കേട്ടോ, അതിൻ്റെ സൈഡിൽ കൂടി. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി വന്ന വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒരു നോസിലിട്ടിട്ട് അത് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതും ചെയ്തത് ചേച്ചി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സ്ട്രോബെറി കുക്കി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ടോ നമ്മുടെ കേക്ക്. നല്ല സൂപ്പർ പിങ്ക് കളറിൽ കാണണമെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചും കൊടുക്കുക. അപ്പോൾ ഇതേപോലെ അടിപൊളി വെറൈറ്റി അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരും. പിന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ബർത്ത്ഡേ വീഡിയോ എപ്പോഴാണ് ഇടണേന്ന്. ബർത്ത്ഡേ വീഡിയോ ഞങ്ങൾ ഉടനെ തന്നെ ഇടാം കേട്ടോ. കുറച്ച് വീഡിയോസും കൂടി ഞങ്ങൾക്ക് വീഡിയോഗ്രാഫേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് ഇടും. അതുകൊണ്ടാണ് കേട്ടോ ലേറ്റ് ആവണത്. പിന്നെ പുതിയ ആൾക്കാരാണെങ്കിൽ ഞങ്ങളൊരു Q&A വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിനകത്ത് ചോദിക്കാം. അപ്പോൾ അതിന്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞങ്ങൾ ഇതിന്റെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ചെന്ന് ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും, പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരാം. അപ്പൊ അതുവരെ ഐ എം മിൽന, മരിയ, ബൈ.